അനൽക്ക, ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട് വളരെ വിശാല അർത്ഥത്തിലുള്ള ഇടപെടലാണല്ലോ ഇതിൽ നമ്മളെല്ലാവരും തന്നെ നടത്തിയിരുന്നത്. ആക്ഷൻ കൗൺസിലിന്റെ പ്രതികരണം എന്താണ്? അവരുമായി സംസാരിക്കാൻ സാധിച്ചിരുന്നോ അനൽക്ക? ബിനിൽ, നമുക്ക് ഈ ഘട്ടത്തിൽ അവരുമായിട്ട് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. അത് അവർ ഇന്നലെ കാന്തപുരത്തെ ഇവിടെ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന കോഴിക്കോട് കാരനൂർ മർക്കസിലെത്തി കണ്ട സമയത്തൊക്കെ തന്നെ അവർ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, കാന്തപുരം ഉസ്താദിൻ്റെ അടുത്തേക്ക് എത്താൻ വൈകിപ്പോയി, അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് മുൻപ് എത്തിയിരുന്നെങ്കിൽ തന്നെ കുറച്ചുകൂടി അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ഇടപെടൽ നമുക്ക് നടത്താൻ കഴിഞ്ഞേനെ എന്നൊരു കാര്യമാണ് ഇന്നലെ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ മറ്റൊരു കാര്യം ഞാൻ പറയാനുള്ളത്, ഇതിൽ ഈ വിഷയത്തിനകത്ത് മധ്യസ്ഥത വഹിച്ചിട്ട് അല്ലെങ്കിൽ യമനിൽ ഇടപെട്ടിട്ടുള്ള ഈ ഷൈഖ് ഹബീബ് ഉമറിനെ പറ്റിയിട്ടുള്ള ഒരു ലഘുവിവരാണ്. നമുക്കറിയാം, പല ആൾക്കാർക്കും അദ്ദേഹം ആരെന്നതിനെ പറ്റി പല ആൾക്കാർക്കും ഒരു ധാരണക്കുറവുണ്ട്. അത്തരത്തിൽ ഈ ഒരു വിഷയത്തോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിനെ പറ്റി ഈ പത്രമാധ്യമങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഈ അടുത്ത് ചർച്ചയായിട്ടുള്ളത്. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള മുസ്ലിം പണ്ഡിതന്മാരിൽ ഒരാളാണ്. അതോടൊപ്പം തന്നെ ലോകത്തിലെ തന്നെ സ്വാധീനമുള്ള 500 പണ്ഡിതന്മാരിൽ ഒരാളാണ്. അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരു പ്രബന്ധം അല്ലെങ്കിൽ ഒരു ഏജൻസി ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി. അതോടൊപ്പം തന്നെ ലോക പ്രശസ്ത പണ്ഡിതരും അതോടൊപ്പം തന്നെ തത്വചിന്തരും എഴുത്തുകാർ ഉൾപ്പെടുന്നതാണ് ഈ ഷെയ്ഖ് ഹബീബിൻ്റെ ശിഷ്യർ എന്ന് പറയുന്നത്. അതിൽ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ യമനിലെ തരീമിൽ ദാറുൽ മുസ്തഫ എന്നൊരു ഇസ്ലാമിക് സർവകലാശാല ഈ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം വളരെ ഒരു പ്രസിദ്ധനായിട്ടുള്ള പ്രാസംഗികനുമാണ്. അദ്ദേഹം മിഷിഗൻ യൂണിവേഴ്സിറ്റിയിൽ ഇസ്ലാമും ആധുനികതയും എന്ന വിഷയത്തിൽ ഹബീബ് ഉമർ നടത്തിയ പ്രസംഗം വളരെ ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം സമൂഹത്തിലെ എല്ലാ സുന്നി ധാരകളും ഷെയ്ഖ് ഹബീബ് ഉമറിനെ ഹഫീലിനെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് IS പോലുള്ള ഈ തീവ്രവാദ സംഘടനകൾ ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ഇദ്ദേഹത്തോടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിയോജിപ്പുമുണ്ട്. നേരത്തെ യമനിലൊരു നമുക്കൊരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കറിയാം. അവിടെ തന്നെ ഈ ഹൂതികൾക്ക് സ്വാധീനമുള്ള സ്ഥലമുണ്ട്. അതോടൊപ്പം തന്നെ വിമത ഗ്രൂപ്പുകൾ സ്വാധീനമുള്ള സ്ഥലമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഗ്രൂപ്പുകൾക്കൊക്കെ സ്വാധീനമുള്ളൊരു സ്ഥലം കൂടിയാണ് യമനിൽ. ഉത്തര യമനിൽ ചില തീവ്ര ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഈ സമാധാന അന്തരീക്ഷത്തിന് കോട്ടം സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രശംസനീയമായിരുന്നു. ഹളർമത്തിൽ സമാധാന അന്തരീക്ഷം പുലർന്നത് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൂടിയാണ്. അതോടൊപ്പം കേരളവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട്. ആദ്യമായി അദ്ദേഹം കേരളത്തിൽ വരുന്നത് മലപ്പുറം മദീൻ അക്കാദമിയിലാണ്. മദീൻ അക്കാദമിയിൽ ഖലീൽ ബുഖാരി തങ്ങളുടെ മലപ്പുറം മദീൻ അക്കാദമിയിലാണ് അദ്ദേഹം ആദ്യം കേരളത്തിലേക്ക് വന്നത്. അതിനുശേഷം ശിലാസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് ആദ്യം എത്തുന്നത്. അതിനുശേഷം താമരശ്ശേരി മർക്കസ് നോളജ് കാന്തപുരം വിഭാഗത്തെ സംബന്ധിച്ച് അവരെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികൾ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് താമരശ്ശേരി മർക്കസ് നോളജ് സിറ്റിയിലെ ജാമിൽ ഫുത്തുഹ് മസ്ജിദിൽ ഉദ്ഘാടനം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടതും ഇദ്ദേഹമായിരുന്നു. അതോടൊപ്പം തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അസുഖബാധിതനായി കടന്ന സമയത്ത് പോലും അദ്ദേഹം ഈ യമനിൽ നിന്ന് അദ്ദേഹം കാന്തപുരത്തെ കാണാൻ ഇങ്ങോട്ടേക്ക് എത്തിയെന്നുള്ളതും ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഈ വിഷയത്തിനകത്ത് ഏറെ ഗുണം ചെയ്തിട്ടുണ്ടെന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചില സമയങ്ങളിൽ സർക്കാരിൻ്റെ ഒക്കെ തന്നെ നയതന്ത്ര ബന്ധങ്ങൾ ചില പരിമിതികളുണ്ടാവും. ആ പരിമിതികളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്.